കർക്കിടക വാവ്. പുലർച്ചെ മുതൽ തന്നെ സംസ്ഥാനത്തുടനീളം ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും മറ്റ് പല ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ആയിരങ്ങൾ ഇന്ന് പുലർച്ചെ 4 മണി മുതൽ തന്നെ പലയിടങ്ങളിലായി പിതൃതർപ്പണം നടത്തുന്നു. കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രം, കുണ്ടമൺ ഭാഗം ഭദ്രകാളി ക്ഷേത്രം, പേയാട് ഉജ്ജയിനി മഹാകാളി അമ്മൻകോവിൽ, അണ്ണൂർ ഭഗവതി ക്ഷേത്രം, മൊട്ടനാട്ടുവിള കാവിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നിവിടങ്ങളിലും കർക്കിടക വാവ് ബലിതർപ്പണവും തിലഹോമവും നടന്നു. ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പാക്കാനായി നഗരസഭ, ഹരിതകർമ്മസേന, NSS, SCP വിഭാഗങ്ങളിൽ നിന്ന് 170 വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. 1000-ലേറെ പോലീസുകാരെ മഫ്റ്റിയിലും അല്ലാതെയും 5 സോണുകളിലായി വിന്യസിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് 3 കേന്ദ്രങ്ങളിൽ അവശ്യ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രമുഖ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കുണ്ടമൺ ഭാഗം ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേയാട് ശ്രീ ഉജ്ജയിനി മഹാളി അമ്മൻകോവിലിൻ്റെ സ്ഥലമാണ് ഈ കുണ്ടമൺ ഭാഗം ആറാട്ടുകടം. ഇവിടെ നൂറ്റാണ്ടുകളായി ഇവിടെ ബലിതർപ്പണം നടന്നുവരുന്നു. ഈ 2 ക്ഷേത്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമായും കുണ്ടമൺ ഭാഗം ഇന്ന് തന്നെ 25,000-ൽ കൂടുതൽ ആളുകൾ ഇവിടെ അവരുടെ പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ഇവിടെ 2 ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികളുടെ എല്ലാ ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് ഒരുവിധ പരാതിയുമില്ലാതെ അതിൻ്റെ ശരിയായ രീതിയിലുള്ള ബലിതർപ്പണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുമല കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ ഈ ക്ഷേത്ര ബലിക്കടവിൽ ഭക്തജനങ്ങൾക്ക് പിതൃതർപ്പണത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നും ഈ രാവിലെ 3:30 മുതൽ ഈ സമയം വരെ നല്ല തിരക്കാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അവരുടെ അർപ്പണം നടത്താനും അതുപോലെ തന്നെ തിലഹോമം നടത്തുന്നതിനുള്ള സൗകര്യം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പിതൃക്കൾക്ക് പിതൃമോം നമോ നാരായണായ. അണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലി തർപ്പണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ 10 മണി സമയത്ത് തന്നെ 2000-ഓളം പേര് വാവുബലി തർപ്പണം നടത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വാവുബലി തർപ്പണം നടത്തി കഴിഞ്ഞ ശേഷം തിലഹോമം ഉണ്ട്. മുൻവർഷങ്ങളിൽ ഇവിടെ തിലഹോമം നടത്താറില്ലായിരുന്നു. ഭഗവതി ക്ഷേത്രം എന്നുള്ള നിലയിൽ തിലഹോമം നടത്താറില്ലായിരുന്നു. ഇത്തവണ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് തിലഹോമത്തിന് പ്രത്യേക സജ്ജീകരണങ്ങൾ ചെയ്ത് തിലഹോമം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. 10,000-ഓളം പേര് ഇതുവരെയായി തിലഹോമം ചെയ്തിട്ടുണ്ട്. ഉച്ചവരെ ബലിതർപ്പണം ഉണ്ടായിരിക്കും. അതുവരെ തിലഹോമവും ഉണ്ടായിരിക്കും. ആൾക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ സംതൃപ്തിയോടുകൂടിയാണ് ആൾക്കാർ മടങ്ങിപ്പോകുന്നത്.